8ാമത്തെ പതിപ്പ് അതാണ് വായിച്ചത്. ആ റിവ്യൂ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അദ്ദേഹം അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട്. അതിന്റെ 42ാമത്തെ പതിപ്പിന്റെ കവർ പേജിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതൊക്കെ ഓൺലൈനിൽ ആ പുസ്തകം വാങ്ങാൻ കിട്ടും. 300 രൂപ MRP ഉള്ള പുസ്തകമാണ്. അത് ഏതാണ്ട് ഒരു 250-260 ഓൺലൈനിൽ ലഭ്യമാകുന്നുണ്ട്. ആ ബുക്ക് വായിക്കേണ്ട ഒരു ബുക്കാണ്. അതിന്റെ കാരണം കമ്പളികണ്ട എന്ന പ്രദേശത്ത് അവിടെ നന്ദികുന്നൽ നേരി എന്ന ഒരു സ്ത്രീ ജീവിതത്തിൽ അനുഭവിച്ച യാതനകളുടെ ഒരു കഥയാണ് പറയുന്നത്. സങ്കടകരമായ ഒരു കഥയാണെങ്കിലും അല്പസ്വല്പം നർമ്മങ്ങളുണ്ടെങ്കിലും കൗതുകങ്ങളുണ്ടെങ്കിലും പച്ചയായ കാര്യങ്ങള്. ആ സ്ത്രീയുടെ 4 മക്കളിൽ ഒരു ആൺകുട്ടി, അവൻ അബു അബ്രഹാം എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ അവന്റെ കുടുംബത്തിന്റെ ചരിത്രമാണ്. സങ്കടമുള്ളതാണ്. ബാബു അബ്രഹാം. ആ ഒരു പുസ്തകത്തില് ആദ്യം മുതൽ അവന്റെ അമ്മ വിവാഹത്തിന് വന്ന സമയം മുതൽ ആ വിവാഹം കഴിച്ച ശേഷം ഭർത്താവിൽ നിന്ന് അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അത് മുഴുവനും കൃത്യമായിട്ടും വ്യക്തമായിട്ടും സത്യമായിട്ടും അവതരിപ്പിച്ചിട്ട് ആ അവസാന ഭാഗത്ത് ഭർത്താവ് അവരെ ഉപേക്ഷിക്കുക, മദ്യപാനിയും ഭാര്യയെ മർദ്ദിക്കുന്നയാളും ആയ ആ സ്ത്രീ അനുഭവിച്ച യാതനകൾ മുഴുവനും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഒടുവിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആ സ്ത്രീ ആത്മഹത്യ ചെയ്യാനായി നമ്മുടെ അടിമാലിക്കടുത്തുള്ള കല്ലാർകുട്ടി ഡാമില് മരിക്കാൻ തയ്യാറെടുത്ത് ഈ 4 മക്കളിൽ മൂത്തയാളായ ജെസിക്ക് എന്ന 10 വയസ്സ് പ്രായമുണ്ട്. ഇളയ 2 കുട്ടികളെ തോളിലെടുത്ത് അവരുടെ വീട് ജപ്തി ചെയ്യാൻ ചെണ്ട കൊട്ടി ജപ്തി ചെയ്യാൻ വന്ന് 1 മാസത്തെ അവധി ചോദിച്ച് രക്ഷയില്ലാതെ വന്ന് അവസാനം ആ മക്കളെ എടുത്തുകൊണ്ട് ഈ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി, ഡാമിന്റെ മുകളിൽ താഴേക്ക് ചാടി മരിക്കാൻ തയ്യാറെടുത്തു. ഈ അടുത്ത കാലത്ത് നമ്മൾ ട്രെയിൻ അപകടത്തിൽ മരിച്ച ആ ഒരു ഷൈനിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ വന്നതാണ്. ആ സമയത്ത് ഉറങ്ങാൻ പോലും പറ്റാത്ത രാത്രികളായിരുന്നു എനിക്ക് പോലും, കാരണം അത് ഓരോന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ സ്ത്രീ അങ്ങനെ അവിടെ വന്ന് ഈ സ്ത്രീ മക്കളോട് പറയാ, അമ്മയ്ക്ക് നിങ്ങളെ എടുത്തെറിഞ്ഞിട്ട് മരിക്കാൻ ബുദ്ധിമുട്ടാ, അമ്മ ആദ്യം ചാടും, പുറകെ മൂത്ത വെച്ച് ഇളയ 2 കുട്ടികളെ വെള്ളത്തിലിട്ടിട്ട് നിങ്ങൾ പുറകെ ചാടണം, അങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സ്ത്രീ വന്നത്. മൂത്തമകളായ ജെസ്സിക്ക് മാത്രം തിരിച്ചറിവ് തുടങ്ങിയ സമയം. ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു, ഒരു ഭയപ്പാടോടുകൂടി ആ കുട്ടി പറഞ്ഞു, അമ്മ ഞങ്ങളെ എടുത്തിട്ടിട്ട് അമ്മ പുറകെ ചാടാവോ? അപ്പൊ അമ്മ പറഞ്ഞു, എനിക്കതിന് കഴിയില്ല മക്കളെ, ഈ കൈവെള്ളയിൽ താലോലിച്ച് നിങ്ങളെ പ്രസവിച്ച് എനിക്കിത് സാധ്യമല്ല, അതുകൊണ്ട് നിങ്ങളെ എന്റെ പിന്നാലെ ചാടിയാൽ മതി എന്ന് പറഞ്ഞപ്പോ ജെസ്സി പറഞ്ഞു, ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാൻ സമയത്ത് ദൈവം തോന്നിക്കുന്ന പോലെ പറഞ്ഞു കൊടുത്ത് ഇത്രയേ ഉള്ളൂ. അമ്മ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഒരു പഞ്ചായത്ത് കഴിഞ്ഞ് അടുത്ത പഞ്ചായത്തും കഴിഞ്ഞ് പോകുന്നില്ലേ? അപ്പൊ ഇവിടെ നമ്മളെ അറിയുന്ന ആരുമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇവിടെ വീട് തെണ്ടി ജീവിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീക്ക് അത് ഒരു തോന്നലായി, അങ്ങനെ ചെയ്താലോ എന്ന്. അങ്ങനെ അവർ ഏതാനും വീടുകളിൽ കൂടെ നടന്ന് അവസാനം കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ച് ആ സ്ത്രീ അനുഭവിച്ച യാതനകൾക്ക് കയ്യും കണക്കുമില്ല. നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വരാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്ന് എനിക്ക്. ഞാൻ കരഞ്ഞതാണ്. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെഡ്റൂമിലിരുന്ന് വായിച്ച് കരയുമ്പോൾ എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഈ കരയണ പുസ്തകം എന്തിനാ വായിക്കണേന്ന് എന്നോട് ചോദിച്ച കാര്യമാണ്. രാത്രി 11 മണിക്കിരുന്ന് ഞാൻ വായിച്ച് കരയായിരുന്നു. അതിന്റെ അവസാന ഭാഗം ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞ സമയമാണ്. അത് ഉള്ളിൽ തട്ടണം. ഉള്ളിൽ തട്ടുമ്പോഴാ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ തട്ടുമ്പോഴാ അത് മുഴുവനും അവന്റെ ഹൃദയത്തിലാകുന്നത്, അല്ലെ? തമാശ പറയുമ്പോൾ ചിരിക്കുകയും സങ്കടം വരുമ്പോൾ കരയുകയും ചെയ്യുന്ന മനുഷ്യൻ അത് ഉൾക്കൊള്ളുന്നുണ്ടാവും, ഇല്ലേ? അപ്പൊ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു കഥ ശരിക്കും അക്ഷരം കൊത്തിയെടുത്ത് വായിക്കണം. ഹൃദയത്തിലേക്ക് ആഴത്തിൽ വേരൂന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. സമൂഹത്തിന്റെ വിഴുപ്പുകെട്ടുകൾ ഓരോ എപ്പിസോഡുണ്ടല്ലേ, യൂട്യൂബിലുണ്ടല്ലേ. വളരെ നല്ല ഒരു സ്റ്റോറിയാണ്. ഇതിന്റെ അവസാനം അവരവിടുന്ന് ജീവിക്കുക, ലാസ്റ്റ് ആ സ്ത്രീ പൊരുതി നേടുക. ആ 4 മക്കളെ ലോകത്തിന്റെ 4 രാജ്യങ്ങളിലാക്കി. ഇന്ന് അതിലെ ആ മകൻ, അബു എന്ന് പറയുന്ന ആ മകൻ, അവനിന്ന് പാരീസിലെ പ്രൊഫസറാണ്. ഒരുപാട് ബിരുദാനന്ദ ബിരുദങ്ങളെല്ലാം നേടി. പക്ഷെ അമ്മ ഇന്നില്ല. യാതനകൾ മാത്രം കൈമുതലാക്കിയ ആ സ്ത്രീ അവന്റെ 20ാമത്തെ വയസ്സില് ഈ ലോകം വിട്ടുപോയി. ക്യാൻസർ ആയിരുന്നു.
യൂട്രസിൽ ക്യാൻസർ വന്നു. അത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് അവര് ഒരു ഡോക്ടറുടെ അടുക്കല് ഹൈ ബ്ലീഡിംഗ് ആയിട്ട് ചെന്നപ്പോ ആ ഡോക്ടർ ഒരു സംശയം പറഞ്ഞു. ആ സംശയം പറഞ്ഞിട്ട് ആ സ്ത്രീ അത് ആരോടും വേണ്ടിയില്ല. മക്കളെ വളർത്തിയെടുത്ത് ഓരോ നിലയിൽ ഓരോരുത്തരെ ആക്കാൻ വേണ്ടിയുള്ള ശ്രമം. അങ്ങനെ ശ്രമിച്ചു, അതിന് ഫലം കണ്ടെത്തി. അങ്ങനെ ഒരു യാതനകളിൽ നിന്ന് മോചനം നേടിയ ഒരു ഉത്കൃഷ്ടമായ ഒരു സൃഷ്ടിയാണ് കമ്പിളികണ്ടത്തെ കൽഭരണികൾ എന്നുള്ള പുസ്തകം. അത് നിങ്ങൾ നോക്കണം, കിട്ടുന്നിടത്ത് വായിക്കണം.